നമസ്കാരം. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ ടിക്കറ്റ് ചാർജ് ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന രീതി ഒരു മാസത്തിനകം തന്നെ നടപ്പിലാക്കുമെന്ന ഉത്തരവ് വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചതിനാലാണ് എല്ലാ ഡിപ്പോകളിലെയും സർവീസുകൾക്ക് ബാധകമാക്കുന്നത്. കണ്ടക്ടറുടെ കൈവശമുള്ള ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ QR കോഡ് സ്കാൻ ചെയ്താണ് ടിക്കറ്റ് എടുക്കുന്നത്. വിവിധ കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെന്റ് നടത്താവുന്നതാണ്. KSRTCയുടെ മെയിൻ അക്കൗണ്ടിലേക്ക് ഈ പണം നേരിട്ടെത്തുന്ന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലടക്കം കോർപ്പറേഷനിൽ മൊത്തം ഇങ്ങനെ പണം അടയ്ക്കാവുന്ന രീതി 3 മാസത്തിനകം നടപ്പിലാക്കും. കോഴിക്കോട് ജില്ലയിൽ ടിക്കറ്റ് തുക ഡിജിറ്റൽ പേയ്മെന്റ് വഴി നൽകാവുന്ന സംവിധാനം ഏപ്രിൽ ആദ്യ വാരത്തോടെ നിലവിൽ വരും. UPI അടക്കം എല്ലാത്തരം ഡിജിറ്റൽ പേയ്മെന്റും യാത്രക്കാർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് പണമടയ്ക്കാവുന്ന പുതിയ തരം ചലോ ടിക്കറ്റ് മെഷീന് കണ്ടക്ടർമാർക്കും നൽകി വരുന്നുണ്ട്. സ്വിഫ്റ്റ് അടക്കം വിവിധ ജില്ലകളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദീർഘദൂര ബസ്സുകളിലാണ് ഈ പ്രൊജക്ട് ആദ്യം ലോഞ്ച് ചെയ്തത്. KSRTC IT അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ ചേർന്ന് ദ്രുതഗതിയിൽ ഇത് ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ രീതിക്ക് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പോകളിലേക്കും ഈ സർവീസുകൾ ബാധകമാക്കും. KSRTCയുടെ മെയിൻ അക്കൗണ്ടിലേക്കാണ് ഈ പണം നേരിട്ട് എത്തുന്നത്. ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടറുകളിലടക്കം കോർപ്പറേഷനിൽ മൊത്തം ഇങ്ങനെ പണമടയ്ക്കാവുന്ന രീതി 3 മാസത്തിനകം തന്നെ നടപ്പിലാക്കും. KSRTC IT അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ ചേർന്നാണ് ദ്രുതഗതിയിൽ ഇത് ഇതര ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. യാത്രക്കാർക്കുള്ള പ്രയോജനങ്ങൾ നോക്കിയാൽ ചില്ലറ പ്രശ്നവും അതേ ചൊല്ലിയുള്ള തർക്കങ്ങളും ഇനി ഒഴിവാക്കാനാകുമെന്നതാണ് പ്രധാന കാര്യം. ടിക്കറ്റ് ചാർജിനുള്ള പണം കയ്യിൽ കരുതണമെന്നില്ല. ബാക്കി വാങ്ങാൻ മറന്നു പോകുമെന്ന പ്രശ്നവും വേണ്ട. യാത്രക്കിടെ ടിക്കറ്റ് നഷ്ടപ്പെട്ടാലും തുക ട്രാൻസ്ഫർ ചെയ്തു എന്നതിന് തെളിവുമുണ്ടാകും. ഡിജിറ്റൽ പേയ്മെന്റ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാവും. നിലവിലുള്ള രീതിയിൽ പണം നൽകി നേരിട്ട് ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഇനിയും തുടരും. ഏതു രീതി വേണമെന്ന് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാം. 1 മാസത്തിനിടെ KSRTCയുടെ എല്ലാ ബസ്സുകളിലും ഈ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ പറഞ്ഞിരുന്നു. ബസ് ട്രാവൽ ആപ്ലിക്കേഷനായ ചലോ ആപ്പുമായി ചേർന്നാണ് ഡിജിറ്റൽ പേയ്മെന്റ് നടപ്പിലാക്കാനുള്ള കരാറിൽ കേരള RTC ഒപ്പിട്ടിരുന്നത്. എന്നാൽ സംസ്ഥാനാന്തര റൂട്ടുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പോലും ഡിജിറ്റൽ പേയ്മെന്റ് ആരംഭിച്ചിരുന്നില്ല. കുറെ നാളുകളായുള്ള ആവശ്യമാണ് ഇപ്പോൾ നിറവേറാൻ പോകുന്നത്.